ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്ക ശുശ്രൂഷകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 11ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു കീർത്തനം ആലപിച്ച് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. നന്മ നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം, സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്ക നിന്നോളം ആരു ശക്ത. നന്മ നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം, സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്ക നിന്നോളം ആരു ശക്ത. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്ക് സ്തുതി കൊടുത്ത് എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. നല്ല ശ്രദ്ധയോടെ ഇന്നത്തെ വചനം കേൾക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അച്ഛൻ പണ്ട് കേട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന, അച്ഛനെ വളരെ സ്പർശിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന എങ്ങനെയാണ്? സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ പ്രത്യേകമായി വരം സിദ്ധിച്ച പരിശുദ്ധ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് സാത്താനെ തോൽപ്പിച്ചത്?
എളിമ എന്ന സുഹൃതം കൊണ്ടാണ്. ഇന്ന് സാത്താൻ മനുഷ്യരുടെ തല നമ്മുടെ നെറുകന്തലയിൽ ചവിട്ടി തകർക്കുന്നത് എങ്ങനെയാണ്? അഹങ്കാരത്തിൻ്റെ ദുർഗുണം നമ്മുടെ മേൽ നിവേശിപ്പിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് അഹങ്കാരത്തെ കീഴ്പ്പെടുത്തുക. അഹങ്കാരത്തെ കീഴ്പ്പെടുത്തുക. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, അവിടെ വിശുദ്ധ ഫൗസ്റ്റീന ഈശോയിൽ നിന്ന് ലഭിച്ചൊരു കാര്യം നമുക്ക് പങ്കുവച്ച് തരുന്നുണ്ട്. 1170 ഖണ്ഡികയിൽ ഈശോ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞൊരു കാര്യമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: കർത്താവ് ഇന്ന് എന്നോട് പറഞ്ഞു, പല പ്രാവശ്യം ഈ സന്യാസ സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്താൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിൻ്റെ അഹങ്കാരം മൂലം എനിക്ക് അതിന് കഴിയുന്നില്ല. എൻ്റെ മകളെ, നീ ഇത് മനസ്സിലാക്കുക. അഹങ്കാരികളായ ആത്മാക്കൾക്ക് ഞാൻ എൻ്റെ കൃപകൾ നൽകുന്നില്ല. ഞാൻ നൽകിയിട്ടുള്ള കൃപകൾ അവരിൽ നിന്ന് എടുത്ത് മാറ്റുക പോലും ചെയ്യുന്നു. അഹങ്കാരം ഇത് കർത്താവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് കളയും. നാം പൂർണ്ണമായും സാത്താൻ്റേതായി മാറുന്ന, നമ്മളെ പൂർണ്ണമായും പിശാചിൻ്റേതാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു പിശാചാക്കി മാറ്റുന്ന പാപമാണ് അഹങ്കാരം, മാത്സര്യം. ലൂസിഫറിനെ നിങ്ങൾ ഓർക്കുക. സ്വർഗത്തിൽ പിതാവായ ദൈവം അങ്ങേയറ്റം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു മാലാഖയായിരുന്നു ലൂസിഫർ. ദൈവത്തിന് ലൂസിഫറിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച്, ഇങ്ങോട്ട് തിരിയുമ്പോൾ സംഗീതം, അങ്ങോട്ട് തിരിയുമ്പോൾ സംഗീതം, എപ്പോഴും മൊത്തം സംഗീതമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച്. അപ്പോൾ മാത്സര്യമായി, ദൈവത്തോട് മാത്സര്യമായി. അപ്പോൾ അഹങ്കാരമായി. ഞാനാണോ വലുത്, ദൈവമാണോ വലുത്? അഹങ്കാരത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും ആ ഒരു പ്രത്യേക ഒരു ധാർഷ്ട്യം ഉള്ളിലേക്ക് അങ്ങോട്ട് നിറഞ്ഞു. എന്തായി? കരിക്കട്ടയായി. അവൻ്റെ ഉന്നത സ്ഥാനത്ത് നിലനിർത്തി ഒന്നുമല്ലാതെ പിശാചായി മാറി. ഇതാ പറഞ്ഞത്, നമ്മൾ എത്രമാത്രം പുണ്യങ്ങളുണ്ടെങ്കിലും, എത്രമാത്രം പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, എത്ര വലിയ ഒരു ആത്മീയനാണെങ്കിലും ശരി, അല്ലെങ്കിൽ അല്ലാത്തവനാണെങ്കിലും ശരി, ലോകപ്രകാരമുള്ളവനും ശരി, അഹങ്കാരമാണോ കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു പാപമാണ്, പിശാചാക്കി മാറ്റുന്ന പാപമാണ്, ഒന്നുമല്ലാതെ കരിക്കട്ടയാക്കി മാറ്റുന്ന പാപമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 2 വേഴ്സസ് 12 to 16. ദൈവത്തിൻ്റെ വചനം ഉച്ചത്തിൽ പ്രഘോഷിക്കപ്പെടുകയാണ്. കർത്താവിന് ഒരു ദിനമുണ്ട്, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. അത് എന്തു തന്നെയായാലും, ആളുകളായിക്കോട്ടെ, കുടുംബങ്ങളായിക്കോട്ടെ, കോൺഗ്രിഗേഷൻ ആയിക്കോട്ടെ, രൂപതകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സഭാ സമൂഹങ്ങളായിക്കൊള്ളട്ടെ, വ്യക്തികളായിക്കൊള്ളട്ടെ, കുട്ടികളാകട്ടെ, യുവതിവാക്കന്മാരാകട്ടെ, ആരുമാകട്ടെ, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എല്ലാറ്റിനും എതിരായ ഒരു ദിനം. ലെബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന ഓരോ മേഖലകളെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഓരോ സ്ഥാപനങ്ങളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, ഗോപുരങ്ങളാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ, സംഘടനകളാകട്ടെ, ലീഡേഴ്സ് ആകട്ടെ, ശുശ്രൂഷകരാകട്ടെ, ആത്മീയരാകട്ടെ, ഭൗതികരാകട്ടെ, എസ്റ്റേറ്റുകാരാകട്ടെ, കോൺഗ്രിഗേഷനാകട്ടെ, രൂപതകളാകട്ടെ, സഭാസമൂഹങ്ങളാകട്ടെ, റീത്തുകളാകട്ടെ, ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തി ദുർഗങ്ങൾക്കും താർശീശിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ഒരു ദിനം. ഇതെല്ലാം പ്രഖ്യാപിച്ചിട്ട് 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും. അറുതി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അവസാനം ഉണ്ടാക്കും. കർത്താവ് തന്നെ ഒരു അവസാനം ഉണ്ടാക്കും. അഹങ്കാരത്തിന് അറുതി വരും. ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. ഇത് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുക. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
പ്രഭാഷക ഗ്രന്ഥത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 10 വേഴ്സസ് 14 and 15. പ്രഭാഷകൻ്റെ ഗ്രന്ഥം 10-ാം അധ്യായം 14-ഉം 15-ഉം തിരുലിഖിതങ്ങൾ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, കർത്താവ് പ്രബലന്മാരെ, അഹന്തയും ഉന്നത ഭാവവുമുള്ള സർവ്വ പ്രസ്ഥാനങ്ങളെയും സർവ്വ സംഗതികളെയും സർവ്വരെയും എല്ലാറ്റിനും എതിരാണ് കർത്താവ് എന്നാണ് പറയുന്നത്. അത് മാലാഖമാരുടെ രംഗത്താണെങ്കിലും, അത് മനുഷ്യന്മാരുടെ രംഗത്താണെങ്കിലും, അത് ഭൗതികന്മാരുടെ ഇടയിലാണെങ്കിലും, അത് ശുശ്രൂഷകരുടെ ഇടയിലാണെങ്കിലും, അത് ഭരണകർത്താക്കളുടെ എല്ലാറ്റിനും എതിരാണ് കർത്താവ്. അഹന്തയുള്ളവർക്കെതിരാണ് കർത്താവ്. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ നട്ടുപിടിപ്പിക്കും എന്ന് പറയണത്. അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കും. വിനീതരെ ഒന്നുമല്ലാതെ ആളുകൾ നട്ടുപിടിപ്പിക്കും. അഹംഭാവികളെ പിഴുതെറിയും, വിനീതരെ നട്ടുപിടിപ്പിക്കും. ആ വിനീതനൊന്നും അറിയില്ല, എട്ടും പൊട്ടും ഇടം വലം തിരിയാത്ത ഒരാളായിരിക്കാം. ആ വിനീതനെ കർത്താവ് തന്നെ നട്ടുപിടിപ്പിക്കും. വിനീതഭാവം, എളിമയുള്ള ജീവിതത്തിന് എത്രമാത്രം വലിയ വില കർത്താവ് കൽപ്പിക്കുന്നു. അഹന്ത, മാത്സര്യം, അഹങ്കാരം എത്രമാത്രം അത് കർത്താവിനെ വെറുപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 17-ാം വാക്യം, ബുക്ക് ഓഫ് സിറ 10:17 എന്താ പറയണത്? അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും എന്ന് പറഞ്ഞത് തുടച്ചു മാറ്റുന്നു, അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയുന്നു. പണ്ട് രാജാക്കന്മാർ കുളം തോണ്ടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുളം തോണ്ടുക, അത് ഞാൻ ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ അവിടുത്തെ ആളുകളാണ് എനിക്ക് പറഞ്ഞു തന്നത്. കുളം തോണ്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് രാജാക്കന്മാർ ഭരണമുള്ള കാലം, അപ്പോൾ ചിലർ ഇങ്ങനെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കരമായ രാജ്യത്തിന് ഒട്ടും ഒറ്റുപുറപ്പിക്കാൻ പറ്റാത്ത ഭീകര പ്രവർത്തനങ്ങൾ ചെയ്താൽ, ഏറ്റവും വലിയ തിന്മകൾ ചെയ്താൽ ആ കുടുംബത്തിൽ ആ തിന്മ ചെയ്യുന്നവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് മാത്രം, ആ വ്യക്തികളെ നിഷ്കാസനം ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ വീട് ഇടിച്ചു നിരത്തുന്നത് മാത്രമല്ല, അതിൽ തറ മുഴുവനും മാന്തിക്കളയും. ആ തറ മുഴുവനും മാന്തിക്കളയുന്ന മാത്രം അവിടെ മുഴുവൻ മാന്തി വലിച്ചു മാറ്റി അതൊരു വലിയ കുളം പോലെയാക്കി മാറ്റും. തറയുടെ ഒരു കല്ല് പോലും ആവശ്യം, കംപ്ലീറ്റ് മാന്തി കളയും. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് തന്നെ എളുപ്പമാണ്, JCB കൊണ്ട് ചെന്നാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതായത് അതാണ് 17-ാമത്തെ വാക്യം. ഇത് രാജാക്കന്മാർ അന്നത്തെ നിഷ്ഠുരന്മാരോട് ചെയ്തിരുന്ന മാത്രമല്ല, ഇത് എക്കാലത്തും നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ അഹങ്കാരികളുടെ മേൽ നടപ്പാക്കാനിരിക്കുന്ന ഒരു വിധി വചനമാണിത്. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റി അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയും. അതുപോലെ ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദൈവത്തെ വെറുപ്പിക്കുന്ന വിധത്തിലുള്ള മനുഷ്യൻ്റെ ഹീന ജാതി പാപത്തെപ്പെട്ടതാണ്. ഹീന ജാതി പാപമാണത്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിന് എന്താ കാര്യം? നമ്മൾ പുറത്തിറങ്ങിയാൽ ഇത് അഹങ്കാരത്തിൻ്റെ ഇതെല്ലാം ചെയ്യുന്നു. നമ്മൾ കർത്താവെ എന്ന് വിളിക്കുന്നു. എന്താണ് കർത്താവ് മനസ്സിലാക്കേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശുദ്ധ അഗസ്തീനോസ് ഇതിനൊക്കെ ധ്യാനിച്ചതിന് ശേഷം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ എളിമയോട് കൂടെ വേണം ഏറ്റവും വലിയ ബഹുമതി ചേർത്ത് വെക്കപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ലീഡറായിരിക്കാം, ചിലപ്പോൾ കുടുംബനാഥനായിരിക്കാം, ചിലപ്പോൾ എന്താ പറയുന്നത് നല്ല വിധത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറായിരിക്കാം, ഒരു ജോലി ലഭിച്ച അവസ്ഥയായിരിക്കാം, എന്തായിക്കോട്ടെ. നിങ്ങൾക്ക് ദൈവം ഒരു അനുഗ്രഹം തരുമ്പം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നിങ്ങളെ സ്നേഹിക്കുമ്പം ഏറ്റവും വലിയ എളിമയോടെ കൂടെ അത് ചേർത്ത് വെക്കുക. ഈ വിശുദ്ധന് മുമ്പേ യേശു തന്നെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുലിഖിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈശോ നമുക്ക് തന്നത്? നിങ്ങളിൽ അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെ, പാദ ശുശ്രൂഷ ചെയ്യുന്നവരെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും ആയിരിക്കണം. നിങ്ങളിൽ ഉന്നതൻ ഏറ്റവും ചെറിയവനെ പോലെ ഇതിനിടെ കൂടെ ഇങ്ങനെ നടക്കണം.
നിങ്ങളിൽ ഉന്നതൻ ഏറ്റവും നിസ്സാരനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും വ്യാപരിക്കണം. ഈശോയുടെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധന്മാർ നമുക്ക് മുന്നറിയിപ്പ് തരും. വിശുദ്ധ അൽഫോൻസ് ലിഗോരി വലിയൊരു വിശുദ്ധനാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി തലമുറകൾക്ക് നീണ്ടു നിൽക്കുന്ന ജ്ഞാനം വെളിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയിലൂടെ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുകയാണ്, ദൈവത്തിൽ അവിടുത്തെ മഹത്വവും നന്മയും കണ്ടറിഞ്ഞ് ആരാധിച്ചത് കൂടാതെ തന്നിലുള്ള അയോഗ്യതയും നിർഭാഗ്യ അവസ്ഥയും കണ്ടറിഞ്ഞ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ നിരന്തരം കർത്താവിനോട് പറയാറുണ്ടായിരുന്നു, കർത്താവേ ഞാൻ ആരാ? അങ്ങ് ആരാണ്? ഞാൻ ആരാണ്? അസീസി പുണ്യാളൻ്റെ ആ എളിമയുടെ ആ ആധിക്യത്തിൽ അദ്ദേഹം പറയാം, എൻ്റെ കർത്താവേ, അങ്ങയുടെ ഓർമ്മയിൽ വരാൻ മാത്രം എനിക്കെന്താ അവിടെ? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? അവിടുന്ന് ആരാണ്? അങ്ങ് എത്ര വലിയവനാണ്, എത്ര മഹത്വമുള്ളവനാണ് കർത്താവേ. അവിടുന്ന് എത്ര മഹോന്നതൻ, എത്ര വലിയവൻ, എത്ര വലിയ കൃപാലു, എത്രയോ മഹത്വമുള്ളവൻ, തേജസ്സുള്ളവൻ. ഞാൻ ആരാണ്? എന്നെ അങ്ങ് ഈ സ്നേഹത്തിലേക്ക് എങ്ങനെ അങ്ങക്ക് എന്നെ ഓർക്കാൻ കഴിയും? ഇങ്ങനെ തൻ്റെ നിർഭാഗ്യ അവസ്ഥ, തൻ്റെ ഹീന അവസ്ഥ മഹാവിശുദ്ധനായ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ ഏറ്റുപറഞ്ഞിരുന്നതായി പറഞ്ഞു. തുടർന്ന് അടുത്തത്, അതിനാൽ ദൈവത്തിൻ്റെ അനന്തമായ പരിപൂർണതയുടെ ദർശനത്തിൽ എല്ലാ വിശുദ്ധരും തങ്ങളെ തന്നെ ഭൂമിയോളം എളിമപ്പെടുത്തിയിരുന്നു. എളിമപ്പെടുത്തി. ശരിക്കും അവർ ദൈവത്തെ എത്ര കൂടുതൽ അടുത്തറിയുന്നുവോ അത്ര കൂടുതൽ അവരിലെ ദാരിദ്ര്യവും കുറവുകളും മനസ്സിലാക്കി. അവരിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഹീന അവസ്ഥ, നമ്മുടെ എന്താ പറഞ്ഞത്, നിർഭാഗ്യ അവസ്ഥ, നമ്മുടെ അധപ്പതിച്ച അവസ്ഥ, ദ ഫോളൻ നേച്ചർ, അവരിൽ എത്രമാത്രം അവർ ദൈവത്തെ അറിഞ്ഞോ, എത്രമാത്രം ദൈവത്തിൻ്റെ അടുത്തേക്ക് അവർ ഉയർന്നോ അത്ര കൂടുതൽ അവരിലെ ഫോളൻ നേച്ചർ, ഈ നിർഭാഗ്യ അവസ്ഥ, അവരിലെ ആത്മീയ ദാരിദ്ര്യം, അവരിലെ ദാരിദ്ര്യവും അവരിലെ കുറവുകളും അവർ മനസ്സിലാക്കുന്നു. അഹങ്കാരികളാണെങ്കിൽ അവർ ജ്ഞാനത്തിലും അറിവിലും വെളിച്ചത്തിലും കുറവായതിനാൽ അവരുടെ നീചത്വത്തെക്കുറിച്ച് ഒട്ടും തന്നെ അവർക്ക് വിവരമില്ലാതിരിക്കും. എന്ന് പറഞ്ഞാൽ അവരൊട്ടും ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോൾ നമ്മുടെ നീചത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഞാനൊരു നീച പാപിയാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ തളർന്നവനാണ്, ഞാൻ തകർന്ന ഒന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് പല ആത്മാക്കളുടെ അവസ്ഥ. നമ്മുടെ നിർഭാഗ്യം, നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ ഗവനിക്കുന്നില്ല. നാം ദൈവത്തിന് നമ്മളെപ്പോഴും നമ്മൾ ഭൂമി മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ വലിയൊരു കുതിരപ്പുറത്ത് അങ്ങോട്ട് ചെല്ലുകയാണ്. നാമാന രഥത്തിൽ പോകുന്ന പോലെയാണ്. അങ്ങനെ രഥത്തിൻ്റെ മുകളിൽ കയറി അവിടെ ഇരിപ്പാണ്. നിലത്തിറങ്ങുക, നിലത്തേക്ക് ഇറങ്ങുക, നിലത്തിറങ്ങുക, വിനീതനാവുക. വീണ്ടും നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിനാൽ ദൈവത്തിൻ്റേതും നമ്മുടേതും എന്നത് എന്തൊക്കെയെന്ന് നമുക്ക് വേർതിരിച്ച് തുടരാം. ദൈവത്തിൻ്റേതുണ്ട്, നമ്മുടേതുണ്ട്. നമ്മുടേതെന്താ? നമ്മുടേത് പരാധീനതകളും പാപവും നിർഭാഗ്യാവസ്ഥയും നീചസ്ഥിതി, ആത്മാവിൻ്റെ തകർന്ന അവസ്ഥ. നമ്മുടേത് പരാധീനതയും പാപവുമല്ലാതെ മറ്റൊന്നുമല്ല. നാം എല്ലാവരും എന്താണ്? പാപങ്ങളാൽ സംക്രമിക്കപ്പെട്ട ദുർഗന്ധം വമിക്കുന്ന ഒരു പിടി പൊടിയല്ലാതെ മറ്റെന്താണ് നാം? അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ അഹങ്കാരികളായിരിക്കാൻ കഴിയും? പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 10 വേഴ്സ് 9, അവിടെ ദൈവത്തിന് പഠിപ്പിക്കുകയാണ്, പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. നിർഭാഗ്യാവസ്ഥ. ഈ ഒരു കാര്യമാണ് അൽഫോൻസ് ലിഗോരി പുണ്യാളൻ്റെ അടുത്ത് നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് വിഷയീഭവിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഒത്തിരി പേരുടെ ആത്മീയമായ തകർച്ചയുടെ അടിസ്ഥാനം കിടക്കുന്നത് ഈ അഹങ്കാരത്തിലാണ്. നമ്മൾ നമുക്ക് പ്രാർത്ഥനയിൽ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാതെ കെട്ടിയിട്ട കോഴീനെ പോലെ നമ്മൾ ഭൂമിയിൽ തന്നെ കിടക്കുന്നതിൻ്റെ ഒരു കാരണം നാം ഗവനിക്കാതെ പോകുന്ന നമ്മുടെ ഉള്ളിൽ കൂടി ഓടുന്ന അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും തന്നിഷ്ടത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും താന്തോന്നിത്വത്തിൻ്റെയും വഷള സ്വഭാവത്തിൻ്റെയും മൂഢതയുടെയും വിമത സ്വഭാവത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയുമായ ഒരു മഹാലോകം തന്നെയുണ്ട് എന്നറിയണം.
ഇതിനെയൊക്കെ അവിടെ മൂടി വെച്ചിട്ട് നമ്മൾ ദിവസവും ഇച്ചിരി സന്ധ്യാപ്രാർത്ഥന ചെല്ലിയെന്ന് വിചാരിച്ച് എന്താ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സ്വീകാര്യരായെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? എന്താ നമ്മുടെ ഭാവം? ഇതെല്ലാം ഇങ്ങനെ മഹാലോകങ്ങൾ ഉള്ളിൽ കിടക്കുകയാണ്. ദൈവത്തെ ഭയങ്കരമായ വിധം നമ്മൾക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഹാ തീവെട്ടി തിമീങ്കലങ്ങളെല്ലാം കൂടെ കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ച് നമ്മളവിടെ പ്രാർത്ഥിച്ച് നടത്തുന്നത് എന്താ കാര്യം? എൻ്റെ മക്കളെ നന്നായിട്ട് അടിസ്ഥാനപരം ഒന്ന് പൊളിച്ച് പണിയാൻ തയ്യാറാവുക. റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല 1-2 വാക്യങ്ങൾ. എന്താ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നല്ലതും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും അറിയാൻ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടും. അപ്പോൾ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടും. മനസ്സിൻ്റെ നവീകരണം വഴി എന്ന് പറഞ്ഞാൽ ഈ വക സാധനങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുക്കണം. അഹങ്കാരം, വിമത സ്വഭാവം, റിബല്യസ് നേച്ചർ, ധാർഷ്ട്യം, ധിക്കാരം, വിധേയത്വമില്ലായ്മ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന് ലാഞ്ചനയുള്ള സർവ്വമണ്ഡലങ്ങളെയും ഗൗരവത്തിലെടുത്ത് നമ്മൾ പരിശോധിക്കണം. മുറിച്ച് കളയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും തുടർന്ന് വിശുദ്ധൻ പറയുകയാണ്, കുലീനത, സമ്പത്ത്, പാടവം എന്ന് പറഞ്ഞാൽ മികവ്, സ്കിൽ. ചില കാര്യത്തിൽ നമുക്ക് പാട്ട് പാടാൻ സ്കില്ല്, പ്രസംഗിക്കാൻ സ്കില്ല്, ലീഡർഷിപ്പ്, ഗിഫ്റ്റ് ഓഫ് കോർഡിനേഷൻ, ഗിഫ്റ്റ് ഓഫ് ലീഡർഷിപ്പ്, ഒരുപാട് സ്കില്ലുള്ളവരുണ്ട്. കഴിവ് തുടങ്ങിയ സാമൂഹിക നന്മകൾ, സമ്മാനങ്ങൾ പാവപ്പെട്ട യാചകരായ നമ്മിൽ ഒരു പക്ഷേ പുറത്ത് പൊതിയപ്പെട്ടിരിക്കുന്ന ഒരു മേൽവസ്ത്രം പോലെ മാത്രമാണ്. വലിയ രീതിയിൽ അലങ്കൃതമാക്കപ്പെട്ട മേൽവസ്ത്രം ധരിച്ചുകൊണ്ടൊരു ഭിക്ഷക്കാരൻ മഹത്വപ്പെടുത്തുന്നത് കണ്ടാൽ നിങ്ങൾ അയാളെ വിഡ്ഢിയെന്ന് അനുമാനിക്കാറില്ലേ? നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? 1 കൊറിന്തോസ് 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധൻ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കീറ തുണിയൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യാചകനെ നമ്മൾ മനസ്സിൽ കാണുക, ഒരു ഭിക്ഷക്കാരനെ മനസ്സിൽ കാണുക, മുഷിഞ്ഞ് യാചക അവസ്ഥയൊക്കെ. അദ്ദേഹം ഇങ്ങനെ ഒരു ഉള്ളിൽ ഒരു സാധനം കുറേയുണ്ട്, കീറത്തുണിയുണ്ട്, യാചകാവസ്ഥയുണ്ട്, ഭിക്ഷത്തുണി എല്ലാം ഉണ്ട്, പാണ്ടമുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ മുകളിൽ വളരെ വലിയൊരു പുതപ്പെടുത്തങ്ങ് പുതപ്പിച്ചു എന്ന് വിചാരിക്കും ഒരാൾ. അങ്ങനെ ഒരാളങ്ങനെ പുതപ്പിച്ചു എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഹീന അവസ്ഥ മാറിയിട്ടുണ്ടോ? അപ്പോൾ ദാനമായി കിട്ടിയ ചില പുതപ്പുകളൊക്കെ ചില മേലങ്കിയായിട്ട് നമ്മൾ മേലങ്കി അങ്ങ് ഇട്ടിട്ട് നടക്കുകയാണ്. നമ്മുടെ ഹീനാവസ്ഥയെക്കുറിച്ച് നമ്മൾ ഗവനിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനമായി കിട്ടിയ പല മേലങ്കികളും ഇപ്പോൾ നമ്മളെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നാം ഈ മേലങ്കിയെക്കുറിച്ച് അഹങ്കരിച്ച് നടക്കരുത്. ഇത് ദാനമായി എവിടെ നിന്നോ കിട്ടി, ആരോ ഫ്രീ ആയിട്ട് ഇട്ട് തന്നു, അതെടുത്ത് പുതച്ചുകൊണ്ട് നടക്കുന്നു. നമ്മുടെ ദൈവം നമുക്ക് തന്ന ഈ മേലങ്കി. എന്നാൽ നമ്മുടെ നിർഭാഗ്യാവസ്ഥ, നമ്മുടെ ഹീനാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ് ഞാനീ എന്താ ചെയ്യുക? അവനവൻ്റെ ഹീനാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ് അഹങ്കരിക്കാതെ മുട്ടമേൽ നിന്ന് ഈ മേലങ്കി തന്ന എൻ്റെ അപ്പ, എൻ്റെ ദൈവമേ, എൻ്റെ ഇതും കൂടെ ഒന്ന് ശരിയാക്കി തരണേ, എൻ്റെ ഉള്ളവും കൂടെ ഇത് ശരിയാക്കി തരണമേ പ്രാർത്ഥിക്കും. നമ്മുടെ ഉള്ളത്തിൻ്റെ ശരിക്കും അവസ്ഥ അറിയണമെങ്കിൽ അന്ന് ആ മോശപ്രവാചകൻ്റെ അടുത്ത് ദൈവം വന്നു. ദൈവം മോശപ്രവാചകനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഫറവോയുടെ അടുത്തേക്ക് അയക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരുന്നു. മോശ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റില്ല എൻ്റെ കർത്താവേ. ദൈവം പറഞ്ഞില്ല, നിന്നെ ഞാൻ അയക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മോശയ്ക്ക് ചില അടയാളങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട്. അതിലൊരു അടയാളം എങ്ങനെയാണ്? നിൻ്റെ കൈ നിൻ്റെ നെഞ്ചിൽ വെക്കുക. അതിനുശേഷം കൈ എടുക്കാൻ പറഞ്ഞു. ആ നെഞ്ചിൽ വെച്ച കൈ മോശ തിരിച്ചെടുത്തപ്പോൾ കുഷ്ഠം പിടിച്ച കൈ പോലെ ഇരുന്നു. മൊത്തം കുഷ്ഠം കൊണ്ട് മൂടപ്പെട്ടൊരു കൈ. ഉള്ളിൻ്റെ സ്ഥിതി കർത്താവ് കാണിച്ചു കൊടുത്തതാണ്. കുഷ്ഠം കൊണ്ട് മൂടിയ കൈ. ഇതാണ് നിൻ്റെ ഉള്ളം, ഇതാണ് നിൻ്റെ ഹൃദയം. വീണ്ടും കൈ വെക്കാൻ പറഞ്ഞു. വീണ്ടും അവിടെ കൈ വെച്ചു. തിരിച്ചെടുക്കാൻ പറഞ്ഞു. തിരിച്ചെടുത്തു. ആദ്യത്തെ പോലെ നല്ല ക്ലിയർ കൈ. ഈ ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ കഴിയും സഹോദരങ്ങളെ. ഈ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ കഴിയും.
ഈ 33 ദിവസം ഒരുക്കം നടക്കുമ്പം നാം വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവസന്നിധി പറയേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യം ദൈവത്തിന് സമർപ്പിക്കണം. അത് നമ്മൾ ദൈവസന്നിധി ഏറ്റു പറയാനും ദൈവസന്നിധി തുറക്കാനും ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഭാണ്ഡം, അഹങ്കാരത്തിൻ്റെ ആ ഒരു അന്ധകാര ഭാണ്ഡത്തെ നമ്മൾ കർത്താവിൻ്റെ സന്നിധി എടുത്തു വെക്കണം. ഇത് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 4-7 വചനമാണ് വിശുദ്ധൻ ഇതിൻ്റെ സമാപനമായി നമുക്ക് നൽകുന്നത്. എന്താണത്? നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ച മേലങ്കികൾക്ക് മാറ്റി നോക്കിക്കേ. നിനക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? നീ എന്തിനഹങ്കരിക്കുന്നു? വീണ്ടും വിശുദ്ധ അഗസ്തീനോസിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ദൈവം സർവശക്തനാണ്, നിങ്ങൾ എളിമപ്പെടുക, അവിടുന്ന് നിങ്ങളിൽ ഇറങ്ങി വരും. ആ മോശപ്രവാചകന് കൊടുത്താൽ അനുഭവമില്ല. ആ കൈ തിരിച്ചു വെച്ച് കുഷ്ഠം പോലുള്ള കൈ സെക്കൻഡുകൾ കൊണ്ട് പരിപൂർണ്ണ ക്ലിയറാക്കി, കർത്താവെ എന്നെ കഴുകണമേ, ഞാൻ നിർമ്മലനാകുമെന്ന് പറയാൻ പറ്റണം. നിങ്ങൾ എളിമപ്പെടുക, അവിടുന്ന് നിങ്ങളിൽ ഇറങ്ങി വരും. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് ഓടി മറയും. എളിമപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നവരിൽ ദൈവം അവരിൽ തന്നെ ഏകീകരിക്കപ്പെട്ട് ദൈവം അവർ ഒന്നായിട്ടിരിക്കും. നിങ്ങൾ തന്നെ എളിമപ്പെടുത്തി ശുശ്രൂഷ ചെയ്താൽ ദൈവം അവരിൽ തന്നെ ഏകീകരിക്കപ്പെട്ട് അവിടുത്തെ കൃപകളുടെ നിധികൾ തുറന്നു നൽകുന്നു. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-5 ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 16:5 പറയാണ്, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല. സുഭാഷിതം 16:5 പ്രോവർബ്സ് 16:5 അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല. തീർച്ച ഇത് വചനമാണ് സഹോദരങ്ങളെ. ജെറമിയയുടെ പുസ്തകം 50-31-32 ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 50:31-32 അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവൻ്റെ നഗരങ്ങളെ തീ വിഴുങ്ങുക, അവൻ്റെ ചുറ്റുമുള്ളവയെ തീ വിഴുങ്ങുക. ദൈവം വ്യക്തമായി സകല ജനതകൾക്ക് ഇത് വെളിപ്പെടുത്തുകയാണ്. അതുപോലെ യേശയ്യായുടെ പുസ്തകം 47 ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 47:10-11 47 10-11 തിരുലിഖിതങ്ങൾ. അവിടെ ഒരു രാജ്യത്തെ എന്ന് പറഞ്ഞാൽ ബാബിലോൺ എന്ന രാജ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലോകത്തോട് ദൈവം ഒരു പ്രബോധനം കൊടുക്കുകയാണ്. ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി, ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു, നിൻ്റെ ജ്ഞാനവും നിൻ്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഇവിടെ ബാബിലോണിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഇത് ബാധകമാണോ എന്ന് പരിശോധിച്ച് നോക്കണം. നിൻ്റെ ജ്ഞാനവും നിൻ്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. രക്ഷപ്പെടാൻ വയ്യാത്ത വിധം നാശം നിനക്ക് ഭവിക്കും. അപരിഹാര്യമായ അത്യാഹിതം നിൻ്റെ മേൽ വന്നു ചേരും. അപ്രതീക്ഷിതമായ വിനാശം നിൻ്റെ മേൽ പതിക്കും. അപ്രതീക്ഷിതമായ വിനാശം നിൻ്റെ മേൽ പതിക്കും. അപരിഹാര്യമായ നാശം നിനക്ക് സംഭവിക്കും. ഇത് വചനം വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഹങ്കാരം വരുത്തി വെക്കുന്ന വിന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു നിസ്സാര കാര്യമായിട്ടല്ല ദൈവവചനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മുടെ മറ്റെല്ലാ മേഖലകളിലും അത് കരിക്കട്ടയാക്കുന്ന പാപമാണ് അല്ലെങ്കിൽ അഹന്ത നിറഞ്ഞ മനോഭാവം, അഹങ്കാരത്തിൻ്റെ സ്വഭാവം. ഈ കാര്യം തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-7 ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 10:7 അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. ഇരുകൂട്ടരെ വെറുപ്പിക്കുന്ന പാപമാണ്, നിന്ദ്യമായ പാപമാണ് അഹങ്കാരമെന്ന് ദൈവത്തിൻ്റെ വചനം ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 11-2 ബുക്ക് ഓഫ് പ്രോവർബ്സ് 11:2 അഹങ്കാരത്തിൻ്റെ പിന്നാലെ ഇതാ അപമാനത്തിൻ്റെ തിരതല്ലൽ വരുന്നു. സുനാമി പോലെ അപമാനം അതിൻ്റെ പിന്നാലെ ഇതാ കയറി വരുന്നു. വിനയമുള്ളവരുടെ കൂടെ ബഹുമതി എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെ നട്ടുപിടിപ്പിക്കും. വിനയമുള്ളവരെ കർത്താവ് നട്ടുപിടിപ്പിക്കും, അവർക്ക് കർത്താവ് കൃപ കൊടുക്കും. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനത്തിൻ്റെ തിരതള്ളൽ ഇതാ തള്ളിത്തള്ളി വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16 തിരുലിഖിതം ബുക്ക് ഓഫ് പ്രോവർബ്സ് 16:18 അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹന്ത അധപതനത്തിൻ്റെയും നാശത്തിൻ്റെയും മുന്നോടിയാണ്. അഹന്തയും
അഹങ്കാരവുമെന്ന് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഇതാ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മണ്ഡലത്തിലേക്ക് അടിയന്തര ശ്രദ്ധ, നമ്മുടെ ശ്രദ്ധയെ കർത്താവ് ക്ഷണിക്കുകയാണ്. വിശുദ്ധനായ ഗ്രിഗറി, മഹാനായ ഗ്രിഗറി ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കൊണ്ട് പ്രത്യേക മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. മാലിന്യങ്ങളുടെയും അശുദ്ധിയുടെയും പാഠശാലയാണ് അഹങ്കാരം. മാലിന്യങ്ങളുടെയും അശുദ്ധി, മാലിന്യം അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? മ്ലേച്ഛത, ദുർവൃത്തി, ജഡിക പാപങ്ങൾ, അനുചിതമായ വികാരങ്ങൾ. നമ്മുടെ ജഡിക പാപത്തിൻ്റെ മണ്ഡലത്തിന് അഹങ്കാരത്തിൻ്റെ അടിത്തറയുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി മഹാനായ വിശുദ്ധ ഗ്രിഗറി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 10 വേഴ്സ് 12 എന്താണ് പറയുന്നത്? അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് ഹൃദയം അകലുന്നു. കർത്താവിൽ നിന്ന് അകലുന്നു എങ്ങോട്ടാണ് പോണത്? പ്രകാശമില്ലെങ്കിൽ വീട്ടിലേക്കാണ് പോണത്. കർത്താവിൽ നിന്ന് ഹൃദയം അകലുന്നു. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സ്രഷ്ടാവിനെ പരിത്യജിച്ച ഹൃദയം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഹൃദയം എങ്ങോട്ടാണ്? പിന്നെ പാപത്തിലേക്കാണ് പോകുന്നത്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യം, ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 10 വേഴ്സ് 13 അവിടെ പറഞ്ഞെന്താ? അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു, അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. മ്ലേച്ഛത, അശുദ്ധി, മ്ലേച്ഛത, ലൈംഗിക അരാജകത്വം, മ്ലേച്ഛത, അതിനോട് ഒട്ടി നിന്ന് അഹങ്കാരത്തോട് കൂടെ നടക്കുന്നവൻ, അഹങ്കാരവും അഹന്തയും ധാർഷ്ട്യവും ധിക്കാരവും താൻപോരിമഭാവവും തന്നിഷ്ടവും ഏകാധിപത്യ സ്വഭാവവും മൂഢതയും വഷളത്വം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതം, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. പാപം മുളയെടുക്കും. സൃഷ്ടാവിനെ പരിത്യജിച്ചു, ദൈവത്തിൽ നിന്ന് അകന്നു, ഇതാ ഇരുട്ട് മറയിലേക്ക് നീങ്ങി. ദൈവികമായ എല്ലാ കാര്യങ്ങൾക്കും ഇതാ നമുക്കായി ഒരു ബെർലിൻ മതിൽ പോലെ ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ പങ്കാളിത്തം ഇല്ല. പിന്നെ നമുക്കുള്ളത് എന്താ? അന്ധകാരത്തിൻ്റെ പങ്കാളിത്തം. പാപം മുളയെടുക്കുന്നു, മ്ലേച്ഛതകളെല്ലാം കട്ട പിടിച്ച് വരാൻ തുടങ്ങുന്നു. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിച്ച് നിലം പരിശാക്കുന്നു. ഈ ഒരു കാര്യമാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി പറയണത്. മാലിന്യത്തിൻ്റെയും അശുദ്ധിയുടെയും പാഠശാലയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. വൈദികർക്ക് അഹങ്കാരം വന്നാലോ? വിശുദ്ധ ജോസഫ് കാലസാൻഷ്യസ് അദ്ദേഹം പറഞ്ഞതെങ്ങനെയാണ്? അഹങ്കാരിയായ ഒരു പുരോഹിതനെ പിശാച് അവൻ്റെ കളിപ്പാട്ടം പോലെ എടുത്തുപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഗർവിഷ്ഠനായ പുരോഹിതനെ തിന്മ മുകളിലേക്ക് എറിഞ്ഞും വലിച്ചു കീറിയും താഴേക്ക് ഇറക്കിയും അത് ഇഷ്ടമുള്ള വിധത്തിൽ പന്താടുന്നു. പിശാചിൻ്റെ കയ്യിൽ പിശാച് പന്താടുന്ന അവസ്ഥയാണ് ഈ ഗർവിഷ്ഠനായ ഒരു വൈദികൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. നമ്മളിന്ന് പ്രത്യേക ആരാധന വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജർമ്മനിയിലൊരു ബെനഡിക്റ്റൻ ആബട്ടായിരുന്നു ത്രിത്തേമിയസ്. ഒരു ബെനഡിക്റ്റൻ ആബട്ടായിരുന്നു ത്രിത്തേമിയസ്. അദ്ദേഹം പറയാണ്, നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിച്ചു, മറ്റുള്ളവരെക്കാളും നിങ്ങൾ ഏറെ ചീത്തയായി. നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ ദുഷിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ വിധിച്ചു. ഇപ്പോഴോ നിങ്ങൾ മറ്റുള്ളവരെക്കാളെല്ലാം ഏറെ ചീത്തയായി. ഇതാണോ നമ്മുടെ അവസ്ഥ? നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളെ തന്നെ എളിമപ്പെടുന്നത് എത്ര മാരകമെന്ന് പറഞ്ഞാൽ, മാലാഖ പോലെ ദൈവസന്നിധിയിൽ ദൈവത്തെ പോലെ തിളങ്ങുന്ന കരിക്കട്ട പോലെയായി നിലം പതിക്കുന്ന പാപമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മരണ പോലും ദൈവം മായ്ച്ചു കളയുന്നതും ദൈവത്തെ വെറുപ്പിക്കുന്ന ഈ ഒരു ദുർസ്വഭാവത്തെ നമ്മൾ മയത്തോടു കൂടിയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ഇന്ന് ആരാധന മുമ്പിൽ നമുക്ക് എളിമപ്പെടാം. നമുക്ക് മുട്ടുകുത്തി എന്ന് ആമോഹാനം ആലപിച്ച് ഈ ഒരു മേഖലയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാം.
എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖമാർ ചേർന്നു പാടും ആരാധന ആരാധന. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഒരു നിമിഷം നമുക്ക് ശാന്തരാകാം. നമ്മുടെ അഹങ്കാരത്തിൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവ് വിശുദ്ധ പൗസ്ത്യനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തൊരു വലിയ കാര്യമുണ്ട്. ഞാൻ കരുണയുടെ ദൈവം. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പാപങ്ങളും സ്വഭാവങ്ങളും എല്ലാം കടും ചമപ്പാണെങ്കിലും നിങ്ങളുടെ പാപങ്ങൾ ഈ ഭൂമിയിലെ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിലും എൻ്റെ കരുണയുടെ അഗാധതയിൽ അതെല്ലാം ആണ്ടുപോകും. നിങ്ങളുടെ അവസ്ഥ എൻ്റെ കരുണയുടെ സമുദ്രത്തിലേക്ക്, എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരും. എൻ്റെ കരുണയുടെ വാതിലിലൂടെ നിങ്ങൾ കടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ന്യായവിധിയുടെ വാതിലിലൂടെ കടക്കേണ്ടി വരും. നമ്മളിപ്പോൾ കർത്താവിൻ്റെ കരുണയിലേക്ക് വന്ന് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് അങ്കികൾ കഴുകി ശുദ്ധിയാക്കാത്തവരെങ്കിൽ അശുദ്ധമായ സകലതും പുറത്ത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്വരം കേൾക്കേണ്ടി വരും. ഇന്ന് നമ്മൾ കരുണയുടെ വാതിലൂടെ കടക്കണം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ ആ ഒരു കുരിശുമരണത്തിൻ്റെ യോഗ്യതയുള്ള സൗജന്യ വിശുദ്ധീകരണം ഈശോയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ എളിമപ്പെടണം. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതാണ് എൻ്റെ ഹൃദയം, എൻ്റെ അവസ്ഥ ഇതാണ്. മോശ നെഞ്ചത്ത് കൈവച്ചതിന് ശേഷം എടുത്തപ്പോൾ കുഷ്ഠം ബാധിച്ചിരുന്ന ആ കൈ പോലെ തന്നെയാണ് എൻ്റെ ഹൃദയം. ആ ജോർദാൻ്റെ കരയുന്ന നാമാൻ്റെ ശരീരം പോലെയാണ് എൻ്റെ ഹൃദയം. അഹങ്കാരം കൊണ്ട് കുഷ്ഠം പിടിച്ച ഹൃദയമാണ് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് നിൽക്കുക. കർത്താവ് പറയും, നീ വെറുതെ ഒന്ന് മുങ്ങിപ്പോങ്ങുക. കർത്താവിൻ്റെ തിരുരക്തക്കടലിൽ, കർത്താവിൻ്റെ കരുണയിൽ കർത്താവിന് എന്നെ പുതിയ സൃഷ്ടിയാക്കാൻ പറ്റും. ഒരു നിമിഷം കർത്താവിൻ്റെ ആ ഒരു വലിയ അത്ഭുത പ്രവൃത്തി 51 സങ്കീർത്തനത്തിൽ പറഞ്ഞു, അങ്ങനെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകും. വിശ്വാസ പ്രമാണം നമുക്ക് തീക്ഷ്ണമായി ചെല്ലാം. ഇതെല്ലാം വെറുതെ ചെല്ലുന്നത് ചടങ്ങോ അനുഷ്ഠാനമോ അല്ല. ജീവിക്കുന്നവനായ ദൈവം ഇറങ്ങി വരുന്ന സമയമാണ്. എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, എളിമപ്പെടുന്നിടത്ത് കർത്താവ് ഇറങ്ങി വരുന്നു. കർത്താവ് അവരും ഏകീഭവിച്ച് ഒന്നായിത്തീരും. അവിടെ കർത്താവ് അവരെ വിനീതരെ നട്ടുപിടിപ്പിക്കും. വലിയ വിശ്വാസത്തോടെ എളിമയോടും കൂടെ ഹൃദയത്തിൽ തട്ടി വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഉറക്കെ ഉച്ചത്തിൽ നമുക്ക് ചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിൽ ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. 2 കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ വലിയ ആഗമനത്തിന്, സന്തോഷത്തിന്, പരിശുദ്ധാത്മ ഇഷ്ടത്തോടെ എഴുന്നള്ളി വരാൻ വേണ്ടി ഉച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭക്തിയോടെ നമുക്ക് ഈ ലുത്തിനിയ പ്രാർത്ഥനയിൽ ഓരോരുത്തരും പങ്കുചേരുക. എവരിബഡി പ്ലീസ് പുട്ട് യുവർ ഹാർട്ട് വിത്ത് ഹോൾ മൈൻഡ് ആൻഡ് ബോഡി. ഈ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുകുക. ശരീരവും മനസ്സും ആത്മാവും ഈ പ്രാർത്ഥനയിൽ ലയിക്കട്ടെ. മുട്ടുമേൽ നിന്ന് എളിമപ്പെട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ, പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ വരണമേ,
അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സത്പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരാൻ വേണ്ടി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ അപേക്ഷ, പരിശുദ്ധാത്മാവ് എന്നെ ശുദ്ധീകരിക്കണം, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. എനിക്ക് അഹങ്കാരത്തിൽ നിന്നും, ജഡികാസക്തിയിൽ നിന്നും, കോപ സ്വഭാവത്തിൽ നിന്നും, സംസാരപ്രിയത്തിൽ നിന്നും, ഭോജനപ്രിയത്തിൽ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ട്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഉച്ചത്തിൽ സ്തുതിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കാം. പരിശുദ്ധ അമ്മയ്ക്കാണ് നമ്മളെ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായി വളർത്താൻ വളരെയധികം ഒരു കൃപയുള്ളത്. ഈശോയെ ദൈവപിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട വിധത്തിൽ വളർത്തിയ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുക. അമ്മയെ ഞങ്ങളുടെ ജീവിതത്തെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള വിധത്തിൽ വളർത്തി ഈശോയ്ക്ക് സമർപ്പിക്കണം. ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും
അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ, തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് മുട്ടുമേൽ നിന്ന് തന്നെ കൈകൾ ഉയർത്തി സ്തുതിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. സ്വർഗ്ഗത്തെ പോലെ നീരന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെ നീരന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരും കൈകൾ കൂപ്പുക. നമ്മുടെ ആത്മാവിൻ്റെ ഫോളൻ നേച്ചർ, നമ്മുടെ ജീവിതത്തിൻ്റെ അധപ്പതിച്ച പ്രകൃതമുണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഇരടി ആലപിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ. നീ ഞങ്ങൾക്കാ നിൻ സുതനോടെന്നും. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ. നീ ഞങ്ങൾക്കാ നിൻ സുതനോടെന്നും. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ. നീ ഞങ്ങൾക്കാ നിൻ സുതനോടെന്നും. നീ ഞങ്ങൾക്കാ നിൻ സുതനോടെന്നും. നീ ഞങ്ങൾ